അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തി. ഹിന്ദുക്കുഷ് മേഖലയാണ് പ്രഭവ കേന്ദ്രം. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനാണ് ചേരുന്നത്. അർജുൻ, ഗുഡ് ഈവനിംഗ്. അഫ്ഗാനിസ്ഥാനിന്റെ പല മേഖലകളും ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളാണ്. എവിടെയാണ് ഈ ഭൂകമ്പം ഉണ്ടായത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ, ഇന്ന് വൈകിട്ട് 7:04 ഈ ഒരു ഭൂകമ്പം അത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഭൂതലത്തിൽ നിന്നും ഏകദേശം 215 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് തജിക്കിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഡൽഹി, ജമ്മു കാശ്മീർ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലാണ് ഏറ്റവും അധികം പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും രജൌരി, പൂഞ്ച്, അതുപോലെ ശ്രീനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിൽ കെട്ടിടങ്ങളും അതുപോലെ വീടുകളും എല്ലാം തന്നെ ഇളകിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ എവിടെയും നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകളിലൊക്കെ തന്നെ പരിഭ്രാന്തരായി വീടുകൾക്കും ഓഫീസുകൾക്കും കെട്ടിടങ്ങൾക്കും പുറത്തേക്ക് ഓടിയെത്തിയിരുന്നു. പക്ഷേ ഏകദേശം ഏതാനും സെക്കൻഡുകൾ മാത്രം നിലനിന്നിരുന്ന ഒരു പ്രകമ്പനമാണ്. ഇന്ത്യയിൽ ഇതുവരെയും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ചും കാബൂൾ അടക്കമുള്ള നഗരങ്ങളിൽ കെട്ടിടങ്ങൾക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അത് ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കെട്ടിടങ്ങൾക്ക് കാബൂളിലടക്കം സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ തജിക്കിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ചും പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലടക്കം ഈ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെയും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൃഷ്ണ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.